ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കാണിക്കുന്നത് ഇന്നിപ്പോൾ ഒരു ലൈവ് മാർക്കറ്റാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സമയം കണ്ടോ, 9:07 സമയം, ഇന്ത്യൻ ടൈം. ഈ എൻട്രി ഞാൻ ഓൾറെഡി ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ ഓൾറെഡി എൻ്റർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലൈവ് മാർക്കറ്റാണ്. ഓൾറെഡി 1:2 ഒക്കെ സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഞാൻ എൻ്റെ ടാർഗറ്റിന് വേണ്ടി സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നല്ല ലോസ് ക്രിയേറ്റ് ചെയ്ത് ഈ ലോക്ക് ബ്രേക്ക് ചെയ്യുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് എടുക്കാനുണ്ടായ റീസൺ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഒരു 1 ഹവറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ഒരു 1 ഹവർ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ വേണ്ട, മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണ്. ലോ ക്രിയേറ്റ് ചെയ്ത് ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇനി നെക്സ്റ്റ് എക്സ്പെക്ടേഷൻ എന്താ വെച്ചാൽ ലോ ക്രിയേറ്റ് ചെയ്ത് ഒരു പുൾ ബാക്ക് ഒക്കെ നടന്ന് ഈ ഒരു ഏരിയ എത്തിയിട്ട് കൊണ്ട് സെല്ലിൽ വീണ്ടും ഒരു ഫോൾ ഉണ്ടാവും. ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോകുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നോക്കാം, എപ്പോൾ നമുക്കെല്ലാം പ്രിഡിക്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഓക്കെ, ആർക്കായാലും. അപ്പോൾ നമ്മളത് പ്രിഡിക്റ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ഏരിയയിൽ ഒരു ഇംബാലൻസ് കണ്ടോ, ഒരു 1 ഹവറിൽ നോക്കുമ്പോൾ ഈ ക്യാൻഡിലും ഈ ക്യാൻഡിലും തമ്മിലൊരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഞാൻ ഇതൊക്കെ നോക്കുന്ന സമയത്ത് മാർക്കറ്റോടെ ഞാൻ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കണ്ടാൽ നമുക്ക് അപ്പം മനസ്സിലാവുന്നത് ഒരു എഫിഷ്യൻസി ആണ്, ഒരു ഇംബാലൻസ് ആണ്. ആ ബാലൻസ്, ഈ ഇംബാലൻസ് ബാലൻസ് ചെയ്യാൻ മാർക്കറ്റ് എപ്പോഴും ശ്രമിക്കും. മാർക്കറ്റ് അതേ ശ്രമിക്കും. കാരണം ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലുള്ള അടുത്ത ഫ്യൂവൽ കിട്ടത്തുള്ളൂ ഈ നെക്സ്റ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടു. ഓക്കെ, അങ്ങനെ ഈ 1 ഹവറിൽ ഇത് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇത് കുറേ ദിവസത്തിന് ശേഷം നടക്കുകയാണ്. ഞാൻ ഓൾറെഡി അനലൈസ് ചെയ്ത് വെച്ചേക്കുന്നതായിരുന്നത്. ഓക്കെ, 5 മിനിറ്റ്സിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ 5 മിനിറ്റ്സിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടി. ഇതൊരു റിവേഴ്സലാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ഒരു ചെറിയൊരു ഇന്റേണലി ഒരു അപ് ട്രെൻഡ് നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു 1 ഹവറിൻ്റെ ടൈം ഫ്രെയിമിൻ്റെ ഒരു പുൾ ബാക്ക് നമുക്ക് വേണം. അതൊരു 5 മിനിറ്റ്സിലോ 1 മിനിറ്റിലോ നോക്കുമ്പോൾ ഒരു അപ് ട്രെൻഡ് ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. നമ്മൾ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ചെറിയ അപ് ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് ഈ ബോക്സ് ഓർഡർ ബ്ലോക്കിൻ്റെ ഒരു ഇൻഎഫിഷ്യൻസിൻ്റെ ഒരു ബോക്സ് എത്തിയപ്പോൾ അതുകൊണ്ടോ മാർക്കറ്റ് ഒന്ന് റിയാക്ട് ചെയ്തു, താഴെ വന്നു. ഈ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി, ഈ ഹൈ ഇതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വീണ്ടും അവിടെ നിന്നൊരു സെല്ല് വന്നു, ഈ പ്രീവിയസ് ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ടൊരു സെല്ല്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ ആയി ഇത് മാർക്കറ്റ് ബൗൺസ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. നമ്മുടെ ഈ ഏരിയ വന്നപ്പോൾ ബാലൻസ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ബൗൺസ് ചെയ്യാൻ തുടങ്ങാൻ നമുക്കൊരു സൂചനകൾ കാണിച്ചു മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ലോ ബ്രേക്ക് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് റീസെൻറ്റ് ഹൈ. ഓക്കെ, മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, വീണ്ടും ഈ മാർക്കറ്റ് ഇങ്ങനെ ഇവിടെ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴാണ് ഞാൻ എന്താ പറയുക ചാർട്ട് ചെയ്യാൻ നോക്കുന്നത്. ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് പെട്ടെന്ന് ഞാൻ മാർക്കറ്റ് ഓർഡറിൽ കയറിയ ഒരു എൻട്രി ആണത്. ഓക്കെ, ഇതാണ് ഹൈ, ഇതാണ് ലോ, റീസെൻറ്റ് ഹൈസ് ആൻഡ് ലോസ്. ഓക്കെ, ഇതായിരുന്നു ഹൈ. ഈ ഒരു ഏരിയ എത്തിയപ്പോൾ കണ്ടാം, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഇംബാലൻസ് ആണ്, നല്ലൊരു ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ ഇത് മിറ്റിഗേറ്റ് ചെയ്യാൻ മാർക്കറ്റ് ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു പോയിന്റ് കണ്ടത്. അങ്ങനെ ഒരു പോയിന്റിലാണ് കണ്ടേക്കുന്നത്. ഒന്നും നോക്കിയില്ല, നമ്മുടെ സ്ട്രാറ്റജികൾ ഓൾറെഡി 1 ഹവർ നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചു കൊടുത്ത് സെല്ല് ചെയ്യാൻ. ഇവിടെ സെല്ലിങ് വന്നു, കൺഫേം ആയി, ചേഞ്ച് ഓഫ് ക്യാരക്ടർ നടന്നു. ഒക്കെ താഴോട്ട് വന്നുകൊണ്ടിരിക്കാൻ നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഒന്നും നോക്കിയില്ല, മാർക്കറ്റ് ഓർഡറിൽ കയറി ഞാൻ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു, ടാർഗറ്റ് പ്ലേസ് ചെയ്തു. യൂഷ്വലി 1:2 ആണ് വെക്കാറ്. ഇത് കുറച്ചും കൂടി എനിക്ക് കോൺഫിഡൻസ് ആയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി താഴോട്ട് വെച്ചെന്നുള്ളൂ. 1:2 ഒക്കെ ഈ ഒരു ഏരിയക്കും 1:2 ആണ്. സുഖമായിട്ട് 1:2 ഒക്കെ കിട്ടി ബുക്ക് ചെയ്യേണ്ട സമയമായി വിത്തിൻ മിനിറ്റ്സ്. ഓക്കെ, പക്ഷെ ഞാൻ ചെയ്തില്ല. കാരണം ഇനി ന്യൂ ലോസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ടൈം എടുക്കുമായിരിക്കും, നോക്കാം. എന്തായാലും നമുക്ക് ഇത് ഓൾറെഡി മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഇംബാലൻസ് ഇവിടെ കണ്ടു. 5 മിനിറ്റ്സ് നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടി. അതിന് ശേഷം വീണ്ടും മാർക്കറ്റ് ബൗൺസ് റിട്രേസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ തന്നെ അവിടെ ഞാൻ പറഞ്ഞില്ല, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. ഈ ഒരു ഏരിയ നമ്മൾ പറഞ്ഞ ഈ ഒരു ഏരിയ തന്നെ അങ്ങോട്ട് മാർക്കറ്റ് ടോട്ടലിൽ സെല്ല് ചെയ്തു. ഓക്കെ, സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കീപ്പ് ചെയ്തു. എപ്പോഴും പറയുന്ന കാര്യം റിസ്ക് മാനേജ് ചെയ്യുക. 1:2 മിനിമം ടാർഗറ്റ് എടുക്കാൻ നോക്കുക, എന്നാലേ സക്സസ്ഫുൾ ആവത്തുള്ളൂ, ഓവറോൾ പ്രോഫിറ്റബിൾ ആവത്തുള്ളൂ മന്ത് ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
നോക്കാം നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന്. ഓക്കെ, എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ചോദിക്കുമോ, ക്ലിയർ ചെയ്ത് തരാം, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി എൻട്രി ക്രൈറ്റീരിയയും സെറ്റപ്പും ഒക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തായിരുന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. ഒരു ക്ലോസ് ഫ്രണ്ട്സ് മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താവും. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇത് ഹിറ്റാകുമ്പോൾ ടൈം ഒരു വെളുപ്പിന് 2 മണിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈം എടുത്തു ഇത് ഇവിടുന്ന് ഈ ടാർഗറ്റ് ഹിറ്റാകാൻ വേണ്ടിയിട്ട്. അറൗണ്ട് ഉണ്ടോ, ഈ പെട്ടെന്ന് എടുത്തതാണ്. നമ്മളൊരു 8 മണിക്ക് എടുത്തിട്ട് ഈ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ആയത് ഒരു 2 മണിയാകുമ്പോഴാണ്. അപ്പോൾ ഈ സൈഡ് ഞാനൊരു 11-11:30 ആകുമ്പോഴത്തേക്ക് ഞാൻ ഓൾമോസ്റ്റ് കിടന്നു, പിന്നെ നോക്കിയിട്ടില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റാണ് നോക്കിയത്. അപ്പോൾ ഈ പുതിയ ലോ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഒരു കറന്റ് ഒരു അപ്സൈഡിലാണ് ഉള്ളത്. വീണ്ടും ഒന്ന് മേലോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ലൈവ് മാർക്കറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 1:3 ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സിമ്പിൾ സ്ട്രാറ്റജി വെച്ചിട്ടാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.